വിപണിയിൽ പോയ ആഴ്ച കാര്യമായ മാറ്റമില്ലാതെയാണ് സൂചികകൾ തുടർന്നത്. വെള്ളിയാഴ്ച RBIയുടെ ധനനയ യോഗത്തിൻ്റെ തീരുമാനങ്ങൾ വന്നത് സൂചികകൾക്ക് കരുത്ത് പകർന്നിട്ടുണ്ടായിരുന്നു. തുടർന്ന് നേട്ടത്തിലാണ് സൂചികകൾ അവസാനിച്ചത്. നിഫ്റ്റി 152 പോയിന്റ് നേട്ടവും സെൻസെക്സ് 447 പോയിന്റ് നേട്ടവും നിലനിർത്തുകയായിരുന്നു. പ്രതിവാര അടിസ്ഥാനത്തിൽ 0.5% നേട്ടമാണ് സൂചികകളിൽ കണ്ടിട്ടുണ്ടായിരുന്നത്. RBI പ്രതീക്ഷിച്ച പോലെ 25 ബേസിസ് പോയിന്റ് നിരക്ക് കുറച്ചത് ഫിനാൻഷ്യൽ, റിയൽറ്റി, ഓട്ടോ ഓഹരികൾക്ക് ഉത്തേജനമാവുകയായിരുന്നു. കൂടാതെ ഇന്ത്യ റഷ്യൻ കൂടിക്കാഴ്ചയും വിപണിയിൽ സ്വാധീനം ചെലുത്തിയിട്ടുണ്ടായിരുന്നു. വരുന്ന ആഴ്ച US ഫെഡിൻ്റെ നിരക്കുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങളാണ് വിപണികൾക്ക് നിർണായകമാകാൻ പോകുന്നത്. അനലിസ്റ്റുകൾ 25 ബേസിസ് പോയിന്റ് നിരക്ക് കുറയ്ക്കും എന്നാണ് കരുതുന്നത്. കൂടാതെ ഡോവിഷ് ആയ പ്രസ്താവന ജെറോം പാവലിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്നും കരുതുന്നുണ്ട്. തീരുമാനങ്ങൾ പ്രഖ്യാപിച്ചതിന് ശേഷമുള്ള അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങളും അനുമാനങ്ങളും വരുന്ന സെഷനുകളിലെ വിപണികളുടെ പ്രകടനത്തെ സ്വാധീനിക്കുകയും ചെയ്യും. ഇന്ത്യയെ സംബന്ധിച്ച് രൂപയുടെ പ്രകടനമാണ് നിർണായകമാകാൻ പോകുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഏറ്റവും താഴ്ന്ന നിലയിലേക്ക് ഇന്ത്യൻ രൂപ കൂപ്പുകുത്തിയിട്ടുണ്ടായിരുന്നു. വിദേശ നിക്ഷേപകരുടെ സമീപനവും ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ്. വരുന്ന സെഷനുകളിൽ സൂചികകളിൽ ശ്രദ്ധിക്കേണ്ട ലൈവുകളെക്കുറിച്ച് എൻറിച്ച് മണിയുടെ CEO പൊന്മുടിയാർ വ്യക്തമാക്കുന്നുണ്ട്. നിഫ്റ്റി ടെക്നിക്കൽ ഔട്ട്ലുക്ക് നിഫ്റ്റി 26,186 എന്ന നിലവാരത്തിലാണ് വെള്ളിയാഴ്ച അവസാനിച്ചിട്ടുണ്ടായിരുന്നത്. RBIയുടെ നടപടി ഒരു ബുള്ളിഷ് മൊമെൻ്റ് നൽകിയിട്ടുണ്ട്. നിഫ്റ്റി 26,200 എന്ന റെസിസ്റ്റൻസിന് സമീപം വ്യാപാരം അവസാനിപ്പിച്ചതിനാൽ കൂടുതൽ മുന്നേറ്റം തന്നെയാണ് വരും സെഷനുകളിലും പ്രതീക്ഷിക്കേണ്ടത്. സൂചിക 26,050 മുതൽ 26,000 എന്ന നിലവാരത്തിന് മുകളിൽ തുടരുന്നിടത്തോളം ട്രെൻഡിന് വ്യത്യാസമൊന്നും തന്നെ ഉണ്ടാകുകയില്ല. നിർണായക പ്രതിരോധം 26,350 മുതൽ 26,500 എന്ന നിലവാരത്തിലാണ് പ്രതീക്ഷിക്കേണ്ടത്. ഈ റേഞ്ച് ബ്രേക്ക് ചെയ്യാൻ സൂചികയ്ക്ക് സാധിച്ചാൽ വരുന്ന ആഴ്ചകളിൽ 26,800 മുതൽ 27,000 എന്ന നിലവാരത്തിലേക്ക് ഉയരുന്നതിന് കാരണമാകും. മറിച്ച് 26,000 എന്ന പിന്തുണ കൈവിട്ടുകൊണ്ട് താഴേക്ക് പോവുകയാണെങ്കിൽ സൂചികയിൽ കനത്ത ലാഭമെടുപ്പ് പ്രതീക്ഷിക്കാം. അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ 25,850 മുതൽ 25,750 എന്ന നിലവാരത്തിലേക്ക് സൂചിക താഴ്ന്നേക്കാം. നിഫ്റ്റി ബാങ്ക് സൂചിക 59,777 എന്ന നിലവാരത്തിലാണ് എത്തിയത്. RBIയുടെ അനുകൂലമായ തീരുമാനം 59,000 എന്ന നിലവാരത്തിൽ നിന്നും ഉയരുന്നതിന് സഹായിച്ചു. വെള്ളിയാഴ്ച ചാർട്ടിൽ ബുള്ളിഷ് എൻഗൾഫിംഗ് പാറ്റേൺ ആണ് കണ്ടിട്ടുണ്ടായിരുന്നത്. അതിനാൽ സൂചികയുടെ ഔട്ട്ലുക്കും പോസിറ്റീവായി തുടരുകയാണ്. 20 വീക്ക് എക്സ്പോണൻഷ്യൽ മൂവിംഗ് ആവറേജ് ആയ 59,017 എന്ന നിലവാരം പിന്തുണയായി പ്രവർത്തിക്കും. 59,700 മുതൽ 59,800 എന്ന റേഞ്ചിൽ തുടരുന്ന കൺസോളിഡേഷൻ ബ്രേക്ക് ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിച്ചാൽ 60,000 മുതൽ 61,000 എന്ന നിലവാരത്തിലേക്ക് കുതിക്കാനും കഴിഞ്ഞേക്കും. മറിച്ച് 59,300 എന്ന നിലവാരത്തിന് താഴേക്കാണ് പോകുക എന്നുണ്ടെങ്കിൽ ഹ്രസ്വകാലത്തേക്ക് 59,000 മുതൽ 58,800 എന്ന നിലവാരത്തിലേക്ക് എത്തിപ്പെടാൻ സാധ്യതയുണ്ട്. എങ്കിലും 59,000 എന്ന നിലവാരത്തിന് മുകളിൽ തുടരുന്നിടത്തോളം ട്രെൻഡ് പോസിറ്റീവാണ് എന്ന് പൊന്മുടി വ്യക്തമാക്കുന്നുണ്ട്.